നമസ്കാരം. സമയം മലയാളത്തിലേക്ക് എല്ലാ കായിക പ്രേമികൾക്കും സ്വാഗതം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 2026 സീസണിന് ശേഷം ഇന്ത്യയുടെ T20 ടീമിൽ വലിയ പൊളിച്ചെഴുത്തിലേക്കുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പലതരം റിപ്പോർട്ടുകൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. IPLന് ശേഷം അയർലൻഡ് T20 പരമ്പര വരാനിരിക്കെ ഇന്ത്യ എന്തുതരം മാറ്റങ്ങളാവും വരുത്തുക എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് തന്നെ വലിയ മാറ്റം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ശ്രേയസ് അയ്യരും സഞ്ജു സാംസണും ഹർദിക് പാണ്ഡ്യയും ഈ പോസ്റ്റിനായി മത്സരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് BCCIയുടെ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. T20 ലോകകപ്പിൽ ഇന്ത്യ കപ്പടിപ്പിച്ച ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിൻ്റെ സമീപകാലത്തെ മോശം പ്രകടനത്തെ തുടർന്നാണ് അദ്ദേഹത്തെ മാറ്റി പുതിയൊരു T20 ക്യാപ്റ്റനെ കൊണ്ടുവരാൻ ഇന്ത്യ ആലോചന നടത്തുന്നതിന് കാരണം. ഈ പോസ്റ്റിലേക്ക് ആര് വരും എന്നുള്ളത് ഇപ്പോഴും സർപ്രൈസായി തുടരുകയാണ്. ഇത് സംബന്ധിച്ച പല അഭ്യൂഹങ്ങൾ നിറയവേ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അയർലൻഡിൻ്റെതായ T20 പരമ്പരയിൽ സൂര്യകുമാർ യാദവ് തന്നെ ഇന്ത്യയുടെ T20 നായകനെ തുടരുമെന്നാണ്. സഞ്ജു സാംസണെയും ശ്രേയസ് അയ്യരെയും ഉടനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ BCCI തയ്യാറായേക്കില്ല. സൂര്യകുമാർ യാദവിൻ്റെ പ്രകടനം മോശമാണെന്നുള്ളത് വസ്തുതയാണെങ്കിലും അദ്ദേഹം വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ്. ഗൗതം ഗംഭീറിൻ്റെ ഇഷ്ട ക്യാപ്റ്റന്മാരിൽ ഒരാളായ സൂര്യയെ ഒറ്റയടിക്ക് ടീമിൽ നിന്ന് പുറത്താക്കേണ്ട അല്ലെങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് മാറ്റി നിർത്തേണ്ട എന്ന നിലപാടാണ് ഗംഭീറിനുമുള്ളത് എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ സ്പോർട്സ് നെറ്റ്വർക്കിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൂര്യകുമാർ യാദവിനെ ഇന്ത്യ T20 നായക സ്ഥാനത്തേക്ക് നിലനിർത്തും. അതേസമയം സഞ്ജു സാംസണെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ഇന്ത്യ പദ്ധതി എടുത്തത്. ഒറ്റയടിക്ക് സൂര്യകുമാർ യാദവിനെ മാറ്റാതെ അയർലൻഡിൻ്റെ T20 പരമ്പരയിലൂടെ കളിപ്പിച്ച് അതിനുശേഷം അദ്ദേഹത്തെ മാറ്റി നിർത്തി സഞ്ജു സാംസണിലേക്ക് ക്യാപ്റ്റൻസി നൽകുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ പദ്ധതി എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ശ്രേയസ് അയ്യരെ സംബന്ധിച്ച് ഇന്ത്യയുടെ T20 നായകസ്ഥാനത്തേക്ക് എത്തുക അത്ര എളുപ്പമായിരിക്കില്ല. കാരണം ഗൗതം ഗംഭീറും ശ്രേയസ് അയ്യരും തമ്മിൽ നേരത്തെ ഉണ്ടായ ചില അസ്വാരസ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കുള്ള വരവിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരം. അദ്ദേഹം BCCIയുമായി അത്ര നല്ല ബന്ധത്തിലുള്ള ഒരു താരമല്ല. ഒരു വർഷത്തോളം BCCI കരാറിൽ നിന്ന് ശ്രേയസിന് പുറത്തു നിൽക്കേണ്ട ഒരു സാഹചര്യവും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ കൂടുതൽ മുൻതൂക്കത്തോടെ ഇന്ത്യയുടെ T20 നായകനാകാനാണ് സാധ്യത. പക്ഷേ അയർലൻഡ് പരമ്പരയിലൂടെ ഇത് ഉണ്ടാകില്ല എന്ന കാര്യമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്നാൽ അതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉള്ളത്, സൂര്യകുമാർ യാദവ് IPLന് ശേഷം ഒരു ഇടവേള എടുത്തേക്കും എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ കുഞ്ഞു പിറന്നിട്ടുണ്ട്. അപ്പോൾ IPLനിടെയാണ് അദ്ദേഹത്തിന് തൻ്റെ ആദ്യത്തെ കൺമണി വരവറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇടവേള കാര്യമായിട്ട് എടുത്തിരുന്നില്ല. മുംബൈക്ക് വേണ്ടി ശേഷിക്കുന്ന മത്സരങ്ങളിലും അദ്ദേഹം കളിക്കാൻ തയ്യാറായിരുന്നു. കാരണം ഹർദിക് പാണ്ഡ്യയുടെ ഒരു അഭാവത്തിൽ മുംബൈയെ നയിക്കാൻ മറ്റാരും ഇല്ലാത്തതിനാൽ സൂര്യകുമാർ യാദവ് കളിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് IPLന് ശേഷം ഒരു ഇടവേള എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അയർലൻഡ് T20 പരമ്പരയിൽ നിന്ന് വിട്ടു നിന്നേക്കും എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ സ്വാഭാവികമായും അയർലൻഡിൽ ക്യാപ്റ്റനാകാൻ സാധ്യതയുണ്ട്. ഇതിനോടകം അയർലൻഡിൽ T20 പരമ്പര കളിച്ചിട്ടുള്ള താരമാണ് സഞ്ജു. മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുമുണ്ട്. അവിടെ നിന്ന് ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിലാണ് സഞ്ജു സാംസൺ കളിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരമൊരു മാറ്റം ഇന്ത്യയുടെ T20 നായക സ്ഥാനത്തേക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പിച്ച് തന്നെ പറയാം. പക്ഷേ സഞ്ജു സാംസൺ അയർലൻഡ് T20 പരമ്പരയിലൂടെ തന്നെ ക്യാപ്റ്റനായി അരങ്ങേറ്റം നടത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. അത് സൂര്യകുമാർ യാദവിൻ്റെ തീരുമാനത്തെ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ശ്രേയസ് അയ്യർക്ക് ടീമിലേക്ക് എത്താനുള്ള സാധ്യതകളും ചുരുങ്ങിയിരിക്കുകയാണെന്ന് പറയാം. കാരണം നിലവിലെ വിവരമനുസരിച്ച് ശ്രേയസ് അയ്യരേക്കാൾ മുൻതൂക്കം രജത് പാട്ടീദാറിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ശ്രേയസ് അയ്യരുടെ പ്രകടനം എല്ലാവർക്കും അറിയാം. അതൊരു ക്ലാസിക് ശൈലിക്ക് റൺസ് ഉയർത്തുന്ന താരമാണ്. IPLൽ വെടിക്കെട്ട് പ്രകടനം പുറത്തെടുക്കുമ്പോഴും ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റും കാര്യങ്ങളുമൊക്കെ ഒരു പ്രശ്നമാണ്. പക്ഷേ രജത്ത് അദ്ദേഹത്തെക്കാളും ശ്രേയസിനേക്കാളും എല്ലാം അല്പം കൂടി ആക്രമിച്ച് കളിക്കാൻ കഴിവുള്ള താരവും ഇന്ത്യയുടെ ടീം പദ്ധതിയിലൂടെ ചേർന്ന് നിൽക്കുന്ന താരവുമാണ്. അതുകൊണ്ട് തന്നെ രജത്തിനെ ഒരു മധ്യനിരയിലേക്ക് കൂടുതൽ പരിഗണന നൽകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന ഒരു വിവരം. ശ്രേയസ് അയ്യർക്ക് അങ്ങനെയാണെങ്കിൽ T20 ടീമിൽ ഇടം നേടുക പ്രയാസമായിരിക്കും. 2023 മുതൽ അദ്ദേഹം T20 ടീമിൽ പുറത്താണുള്ളത്. പെട്ടെന്നൊരു ക്യാപ്റ്റൻ സ്ഥാനം അടക്കം നൽകി ടീമിലേക്ക് തിരികെ വിളിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ശ്രേയസിന് മുന്നിൽ വാതിലുകൾ അടയുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ശുഭ്മാൻ ഗില്ലിനും പെട്ടെന്നൊരു തിരിച്ചുവരവ് സാധ്യമായിരിക്കില്ല. ശുഭ്മാൻ ഗിൽ IPLൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഇത്തവണ ഗുജറാത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് കപ്പിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും ഗില്ലിനെ ഗംഭീർ ടീമിലേക്ക് തിരിച്ചു വിളിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇപ്പോഴത്തെ നിലവിലെ ടീം കോമ്പിനേഷൻ മികച്ചതായതിനാൽ ഒരു പൊളിച്ചെടുത്ത് അത്തരം ഒരു പൊളിച്ചെടുത്തിലേക്ക് ടോപ്പ് ഓർഡറിലേക്ക് നടത്താൻ
ഗംഭീർ തയ്യാറായേക്കില്ല. പക്ഷേ വൈഭവ് സൂര്യവംശിയെ ബാക്കപ്പ് ഓപ്പണർ റോളിലേക്ക് കൊണ്ടുവന്നേക്കും. അദ്ദേഹം നമുക്കറിയാം 15 വയസ്സ് മാത്രമുള്ള താരം മികച്ച ഫോമിൽ കളിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായി ടീമിനൊപ്പം ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയായിരിക്കും ടീം മാനേജ്മെൻറ്റിൻ്റെ പദ്ധതി. എന്തായാലും അയർലൻഡിനെതിരെ സഞ്ജു ഇന്ത്യ നയിക്കുമോ അതോ സൂര്യകുമാർ യാദവ് തന്നെ തുടരുമോ എന്നത് കാത്തിരുന്ന് നമുക്ക് കണ്ടറിയാം.